ഹായ്, ഓഡു ട്യൂട്ടോറിയലിലെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വെബ്സൈറ്റിൽ നമ്മൾ കോൺടാക്ട്സ് ലീഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ലീഡിലോട്ട് ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിവിടെ വെബ്സൈറ്റ് പറയുന്ന മോഡ്യൂളുണ്ട്, അതുപോലെ CRM മോഡ്യൂളും. ഓക്കെ, ഇപ്പോൾ ഞാൻ വെബ്സൈറ്റ് മോഡ്യൂൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് വെബ്സൈറ്റ് നമ്മൾ ഇതിനനുസരിച്ച് മാറ്റം വരുന്നതാണ്. ഓക്കെ, ഞാൻ ഇവിടെ കോൺടാക്റ്റേഴ്സ് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഈ ഫോം കിടക്കുന്നത് കോൺടാക്റ്റേഴ്സ് എന്നുള്ള ഫോം കിടക്കുന്നത് സെൻഡ് ആൻഡ് മെസ്സേജ് ഫോമിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫോം നിങ്ങൾ ഡീഫാൾട്ടായിട്ട് പല ഫോമും ഉണ്ട്, അത് നിങ്ങൾക്ക് നിങ്ങൾ ഇതിനനുസരിച്ച് മാറ്റം വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഹെൽപ്പ് ഡെസ്ക് മോഡ്യൂള് മീൻസ് അതുപോലെ ക്രിയേറ്റ് ടിക്കറ്റ്, ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ എഡിറ്റ് മോഡ് എനേബിൾ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഫോം ക്ലിക്ക് ചെയ്യുന്നു. ഫോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ കിടക്കുന്ന ഇത് ആക്ഷൻ ഏതാണെന്ന് പറഞ്ഞാൽ സെൻഡ് ആൻ ഇമെയിൽ ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ഫോർ ജോബ്, ഇത് ഓരോ ഫേമിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി ക്ലിക്ക് ചെയ്ത് യുവർ നെയിം, ഫോൺ നമ്പർ. ഓക്കെ, അതിനുശേഷം എനിക്ക് ഇവിടെ ഒരു ഫീൽഡ് കൂടി ആഡ് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഫീൽഡ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനൊരു ഫീൽഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ഒരുപാട് എക്സിസ്റ്റിംഗ് ആയിട്ട് തന്നെ ടാബുകളുണ്ട്. ഓക്കെ, ഞാനിതിൽ പ്രയോറിറ്റി എന്നുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, പ്രയോറിറ്റി ഇപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായി പ്രയോറിറ്റി, ലോ പ്രയോറിറ്റി, മീഡിയം, അത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഫീൽഡ് എനേബിൾ ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാൻ വന്നതാണ്. ഓക്കെ, ഇത് ഞാൻ സേവ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം ഞാനൊരു റിഫ്രഷ് ചെയ്യുന്നു. ഞാൻ വീണ്ടും ഫോം ക്ലിക്ക് ചെയ്യുന്നു, കോൺടാക്റ്റേഴ്സിൽ പോകുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു മിച്ചൽ ടെസ്റ്റ് എന്നുള്ള ഇത് യൂസ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം കമ്പനി യൂസ് ചെയ്യുന്നു, ടെസ്റ്റ് കമ്പനി. ഓക്കെ, ടെസ്റ്റ് കമ്പനി. മീ ടെസ്റ്റ് എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, സബ്ജക്റ്റ് ERP സോഫ്റ്റ്വെയർ. ഓക്കെ, ക്വസ്റ്റ്യനും അതുപോലെ നിങ്ങൾ എന്താ കൊടുക്കുന്നത്. ഓക്കെ, ഇത് പ്രയോറിറ്റി എങ്ങനെയാണ്, മീഡിയം ആണോ, ഹൈ ആണോ നിങ്ങൾ കൊടുക്കാൻ പറ്റും. ഞാൻ ഹൈ പ്രയോറിറ്റി കൊടുക്കുന്നു, സെൻഡ് മെസ്സേജ് കൊടുത്തു. വൺസ് നിങ്ങൾ എല്ലാം ഓക്കെ, ഡീറ്റെയിൽസ് ഓക്കെ ആണെങ്കിൽ അതിൽ ചില ഫീൽഡ് മാൻഡേറ്ററി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും, താങ്ക് യു. ഞാൻ യുവർ മെസ്സേജ് ഹാസ് ബീൻ സെൻഡ്. ഞാൻ CRMലോട്ട് പോകുന്നു. CRMൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആയിട്ടുണ്ട് CRM സോഫ്റ്റ്വെയർ. ഓക്കെ, ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും. ജസ്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്താണ് 9:35. ഇതിൻ്റെ പ്രോബിലിറ്റി നമുക്ക് ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് എക്സ്ട്രാ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, മീഡിയം ഇപ്പം ഓട്ടോമാറ്റിക്കായി മീഡിയം എന്ത് വന്നു, വെബ്സൈറ്റ് എന്നുള്ളതാണ് വന്നത്. ഓക്കെ, താങ്ക് യു. ഇങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് വെബ്സൈറ്റിന് ലിങ്ക് ചെയ്യുന്നത്.